Now let us see how structure variables are processed. Processing structure variables. Processing structure variables. The members within a structure have no separate identity without the structure variable name. As such, the members are not valid variables. എന്താണ് പറയുന്നത്? നമ്മൾ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ മെമ്പേഴ്സ് കൊടുക്കും. ഈ കൊടുക്കുന്ന മെമ്പേഴ്സിന് സെപ്പറേറ്റ് ഐഡന്റിറ്റി ഇല്ല. സ്ട്രക്ചർ വേരിയബിൾ നെയിം ഇല്ലെങ്കിൽ ഈ മെമ്പേഴ്സിനൊന്നും സെപ്പറേറ്റ് ഐഡന്റിറ്റി ഇല്ല. No separate identity for structure members without structure variable name. സ്ട്രക്ചർ വേരിയബിൾ നെയിം ഇല്ലാതെ സ്ട്രക്ചറിനകത്തുള്ള മെമ്പേഴ്സിന് സെപ്പറേറ്റ് ഐഡന്റിറ്റി ഇല്ല. ആൻഡ് ഓൾസോ ദി മെമ്പേഴ്സ് ആർ നോട്ട് വാലിഡ് വേരിയബിൾസ്. Members are not valid variables. Members ഒന്നും valid variables അല്ല. So the link between a member and a structure variable is established using member operator dot. Link between member and a structure variable. സ്ട്രക്ചർ വേരിയബിളും ഈ മെമ്പറും തമ്മിലുള്ള ലിങ്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് മെമ്പർ ഓപ്പറേറ്റർ. എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് മെമ്പർ ഓപ്പറേറ്റർ ഡോട്ട്. ഈ ഡോട്ട് എന്ന് പറയുന്ന മെമ്പർ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്ട്രക്ചറിനകത്ത് വരുന്ന മെമ്പറും സ്ട്രക്ചർ വേരിയബിളും തമ്മിലുള്ള ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഇതിനെ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പീരിയഡ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡോട്ട് ഓപ്പറേറ്റർ ഓർ പീരിയഡ് ഓപ്പറേറ്റർ. ഡോട്ട് ഓപ്പറേറ്റർ എന്നോ പീരിയഡ് ഓപ്പറേറ്റർ എന്നോ ഇതിനെ വിളിക്കും. സോ ഈ പീരിയഡ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡോട്ട് ഓപ്പറേറ്റർ ആണ് ഒരു സ്ട്രക്ചറിനകത്ത് വരുന്ന മെമ്പറിനെയും സ്ട്രക്ചറിന്റെ വേരിയബിൾസിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. ദി ഓപ്പറേറ്റർ ഇസ് ഹാവിംഗ് ഹൈയസ്റ്റ് പ്രിസിഡൻസ് അമംഗ് വേരിയസ് ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഈ ഓപ്പറേറ്ററിനാണ് ഹൈയസ്റ്റ് പ്രിസിഡൻസ് വരുന്നത്. ഈ മെമ്പർ ഓപ്പറേറ്റർ ഉണ്ടല്ലോ, ഡോട്ട് ഓപ്പറേറ്റർ, ഈ ഡോട്ട് ഓപ്പറേറ്ററിനാണ് ഹൈയസ്റ്റ് പ്രിസിഡൻസ് വരുന്നത്. Variables written within the member operator can be used in expressions just like any other variables. അപ്പോൾ നമ്മൾ മെമ്പർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് എഴുതുന്ന വേരിയബിൾസിനെ നമുക്ക് സാധാരണ വേരിയബിൾ പോലെ ഏതൊരു എക്സ്പ്രഷനിലും യൂസ് ചെയ്യാം. വേരിയബിൾസ് written within member operators can be used as any other variables. ഏതൊരു വേരിയബിളിനെ പോലെ നമുക്ക് ഈ മെമ്പർ ഓപ്പറേറ്റേഴ്സിനകത്ത് എഴുതുന്ന വേരിയബിൾസിനെ യൂസ് ചെയ്യാം. So let us see an example. Book 1 dot number equal to 9. Book 2 dot
number equal to 8. strcpy book1 dot title comma computer strcpy book2 dot title maths comma maths. book 1 ന്റെ ടൈറ്റിൽ ആയി book 2 ന്റെ ടൈറ്റിൽ ആയി book 1 ന്റെ നമ്പർ ആയി book 2 ന്റെ നമ്പർ ആയി. then scene book 1 dot author book 1 dot price. then gets book 2 dot author so ഇങ്ങനെ നമുക്ക് വേരിയബിൾസിനെ യൂസ് ചെയ്യാം. ഇൻപുട്ട് ചെയ്യാം, ഔട്ട്പുട്ട് ചെയ്യാം, പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യാം. puts book 2 dot title എന്തെങ്കിലും എക്സ്പ്രഷൻസിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ലൈക്ക് y is equal to 5 into book 1 dot price. അങ്ങനെ നമുക്ക് എക്സ്പ്രഷൻസിലും യൂസ് ചെയ്യാം. This is an example. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വേരിയബിൾസിനെയും ഈ മെമ്പേഴ്സിനെയും കൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടി ഈ ഡോട്ട് ഓപ്പറേറ്റർ അല്ലെങ്കിൽ പീരിയഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഈ ഓപ്പറേറ്ററിനാണ് ഏറ്റവും കൂടുതൽ പ്രിസീഡൻസ് വരുന്നത്. A structure variable can also be initialized like variables of any other data type. Initial values must appear in the order in which they are to be assigned to their corresponding structure members, enclosed in braces and separated by commas. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വാല്യൂസ്, അതായത് സ്ട്രക്ചർ മെമ്പേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഇനീഷ്യൽ വാല്യൂസ് അതിന്റെ ഓർഡറിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഏത് ഓർഡറിലാണോ മെമ്പേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് മെമ്പേഴ്സ് എഴുതിയിരുന്നത് വെച്ചാൽ മെമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്തിരുന്നത് അതേ ഓർഡറിൽ തന്നെ നമ്മൾ ഇനീഷ്യൽ വാല്യൂസും കൊടുക്കണം. A structure variable can be initialized like any other variable. വേറെ ഏതൊരു ഡേറ്റ ടൈപ്പിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന പോലെ നമുക്ക് സ്ട്രക്ചർ വേരിയബിളും ഡിക്ലെയർ ചെയ്യാം. ഇനീഷ്യൽ വാല്യൂസ് മസ്റ്റ് അപ്പിയർ ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി അസൈൻഡ്. Initial values must be in the order of assignment. അസൈൻ ചെയ്യേണ്ട ഓർഡറിൽ തന്നെ വേണം ഇനീഷ്യൽ വാല്യൂസ് വരാൻ. ഇറ്റ് മസ്റ്റ് ബി enclosed in braces separated by comma. ബ്രേസസിനകത്ത് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഈ അസൈൻ ചെയ്യേണ്ട ഓർഡറിലായിട്ട് വേണം ഇനീഷ്യൽ വാല്യൂസ് വരാൻ. ഫോർ എക്സാമ്പിൾ, struct int roll number char name of 25 float
marks. Student 1 equal to 1401, Alex 99.5. കണ്ടില്ലേ? റോൾ നമ്പർ ആദ്യം, നെയിം, പിന്നെ മാർക്സ്. അതായത് ഇൻഡിജർ ഡേറ്റ ടൈപ്പ്, ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ട്. ഇൻഡിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്. ആ ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. സ്റ്റുഡന്റ് 2 1402, Mary 98.6. സോ ഈ ഓർഡറിൽ തന്നെ നമ്മൾ കൊടുക്കണം. Now, to store marks scored by a student for 5 different subjects. ഒരു സ്റ്റുഡന്റിന്റെ 5 സബ്ജക്റ്റിലുള്ള മാർക്ക് സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? To store marks of 5 different 5 സബ്ജക്ട്സിലെ മാർക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? Struct int roll number char name of 20 int marks of 5. നമുക്കൊരു അറേ ആയിട്ട് കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? സ്റ്റുഡന്റ് 1. ഇനി തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് അസൈൻ ചെയ്യണം. തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ? സ്റ്റുഡന്റ് 1 ഡോട്ട് മാർക്സ് ഓഫ് 2 is equal to 100. ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാം. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ്? ആ കുട്ടിയുടെ ഒരു സബ്ജക്റ്റിലെ മാർക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഒന്നിലധികം സബ്ജക്ട്സിന്റെ മാർക്സ് വേണം. അതായത് ഒരു 5 സബ്ജക്ട്സിന്റെ മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആ മെമ്പറിനെ ഒരു അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. മാർക്സ് എന്നുള്ളതിനെ ഒരു വേരിയബിൾ ആയിട്ട്, ഒരു അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാതെ അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അപ്പൊ ഇന്റ് മാർക്സ് ഓഫ് 5 എന്ന് വെച്ചാൽ മാർക്സിനകത്ത് 5 മാർക്സ് നമുക്ക് വെക്കാം. 5 മാർക്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി ആ കുട്ടിയുടെ തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് വേണം. നമുക്കറിയാം അറേയുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് റോ 0, സെക്കൻഡ് റോ 1, തേർഡ് റോയുടെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 2. അപ്പൊ മൂന്നാമത്തെ സബ്ജക്റ്റിന്റെ തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് ആണെങ്കിൽ ഇൻഡെക്സ് 2 ആയിരിക്കും. അപ്പൊ നമുക്ക് അതെങ്ങനെ കൊടുക്കാം? സ്റ്റുഡന്റ് 1 ഡോട്ട് മാർക്സ് ഓഫ് 2 ഈക്വൽ ടു 100. സ്റ്റുഡന്റ് 1 ഡോട്ട് മാർക്സ് ഓഫ് 2 ഈക്വൽ ടു 100. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്? ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് നമ്മൾ 100 ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റുഡന്റിന്റെ തേർഡ് സബ്ജക്റ്റിന്റെ മാർക്ക് നമ്മൾ 100 ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഇനി വേറൊരു എക്സാമ്പിൾ, അതായത് നമ്മൾ പറഞ്ഞു a structure can contain എന്തൊക്കെ ആവാം? ഒരു സ്ട്രക്ചറിനകത്ത് എന്തെല്ലാം വരാമെന്ന് പറഞ്ഞു? It can contain fields of different data types as well as arrays, pointers or structure. പല ഡേറ്റ ടൈപ്പുള്ള ഫീൽഡ്സ് ആകാം, അറേസ് ആകാം, പോയിന്റേഴ്സ് ആകാം, സ്ട്രക്ചേഴ്സ് ആകാം. ഇതെല്ലാം ഒരു സ്ട്രക്ചറിനകത്ത് ഉൾപ്പെടാവുന്നതാണ്. Now, a structure variable can include another structure variable as its member. അതെങ്ങനെയാണ് നോക്കാം. ഒരു സ്ട്രക്ചറിനകത്ത് വേറൊരു സ്ട്രക്ചർ എങ്ങനെയാണ് മെമ്പർ ആയിട്ട് വരുന്നതെന്ന് നോക്കാം. Structure inside a structure. Struct date int
day, int, month, int, year. Day, month, year ആയി. Struct int roll number, char name of 25, float marks, struct date vday. Student 1. കണ്ടോ, ഇവിടെ നമ്മൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചറിനകത്ത് ഓക്കെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു മെമ്പർ വരുന്നില്ലേ, അത് ഒരു സ്ട്രക്ചർ ആണ് ആക്ച്വലി. ഈ ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ടൈപ്പ് ആണ് ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന മെമ്പർ. അപ്പൊ ഈ സ്ട്രക്ചറിനകത്ത് ഒരു സ്ട്രക്ചറും കൂടി വരുന്നു. ഇനി നമുക്ക് ഡേ എന്ന് പറയുന്ന മെമ്പറിന് ഒരു വാല്യൂ അസൈൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ മെമ്പർ ഡേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യണം വിത്തിൻ ദ വേരിയബിൾ ബർത്ത്ഡേ. The member day within the variable birthday is assigned a value by referring to it as. ഈ ബർത്ത്ഡേ എന്ന് പറയുന്ന വേരിയബിളിന്റെ ഈ ബി ഡേ എന്ന് പറയുന്ന വേരിയബിളിന്റെ മെമ്പർ ആണ് ഡേ. അപ്പൊ അതിനൊരു വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? student 1 dot bday dot day equal to 15 അങ്ങനെ വേണം കൊടുക്കാൻ. അതായത് ഈ bday എന്ന് പറയുന്നത് സ്റ്റുഡന്റ് 1ന്റെ മെമ്പർ ആണ്, ഡേ എന്ന് പറയുന്നത് ബിഡേയുടെ മെമ്പർ ആണ്. മനസ്സിലായില്ലേ? സ്റ്റുഡന്റ് 1ന്റെ മെമ്പർ ആണ് ബിഡേ, ബിഡേയുടെ മെമ്പർ ആണ് ഡേ. So day is a member of bday, bday is a member of student 1. വേരിയബിൾ ഡോട്ട് മെമ്പർ ആയിട്ടാണ് നമ്മൾ ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റുഡന്റ് 1 അതിന്റെ മെമ്പർ ബിഡേ, ഇനി ബിഡേയുടെ മെമ്പർ ആണ് ഡേ. സോ നമുക്ക് ഈ ഡേക്ക് ഒരു വാല്യൂ അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ. സ്റ്റുഡന്റ് 1ലെ മെമ്പർ ആണ് ബിഡേ, ബിഡേ എന്ന് പറയുന്നതിന്റെ വേരിയബിളിന്റെ ഒരു മെമ്പർ ആണ് ഡേ. അപ്പൊ നമ്മൾ ഈ ഡേക്കോ മന്തിനോ ഇയറിനോ ഒക്കെ വാല്യൂ കൊടുക്കണം. സപ്പോസ് ഡേക്കാണ് വാല്യൂ അസൈൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കൊടുക്കും? സ്റ്റുഡന്റ് 1 ഡോട്ട് ബിഡേ ഡോട്ട് ഡേ ഇസ് ഈക്വൽ ടു 15 എന്ന് കൊടുക്കും. സ്റ്റുഡന്റ് 1 ഡോട്ട് ബിഡേ ഡോട്ട് ഡേ ഈക്വൽ ടു 15 എന്ന് കൊടുക്കും. ഇങ്ങനെയാണ് ഒരു സ്ട്രക്ചറിന്റെ അകത്തൊരു സ്ട്രക്ചർ വരുന്നത്. ഒരു സ്ട്രക്ചറിന്റെ മെമ്പർ ആയിട്ട് വേറൊരു സ്ട്രക്ചർ വരുന്നത് ഈ വിധത്തിലായിരിക്കും. നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന പ്രോഗ്രാമിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സ്ട്രക്ചർ ഇൻസൈഡ് എ സ്ട്രക്ചർ.